ഹായ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സിമ്പിൾ സെൽഫ് കെയർ റൂട്ടീൻ. ഞാൻ ഈയിടെയായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സെൽഫ് കെയർ റൂട്ടീനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് എണ്ണ തേക്കുകയാണ് കേട്ടോ, ഹെയർ കെയറിൽ. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒത്തിരി സ്കിൻ കെയർ ഹെയർ കെയർ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. 2 ഇയേഴ്സായി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഇടയ്ക്കാണ് പിന്നീട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് ഈ ഹെയർ കെയർ, സ്കിൻ കെയർ, സെൽഫ് കെയർ ഒക്കെ. ഡയറ്റ്, എക്സസൈസ് എല്ലാം ഇപ്പോൾ ഈ ഇടയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എണ്ണ തേച്ചു. വെളിച്ചെണ്ണയാണ് കേട്ടോ തേക്കുന്നത്, പച്ച വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. വലിയ കാര്യമായിട്ട് കാച്ചി വെളിച്ചെണ്ണ. കാച്ചി വെളിച്ചെണ്ണ ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയിട്ടില്ല അതുവരെ. ഉണ്ടാക്കണം. ജസ്റ്റ് കയ്യിലും കാലിലും ചെവിക്കകത്തും ചെവിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് പ്രധാനമായിട്ട് 3 പോർഷൻസ് ഭാഗങ്ങൾ പറയുന്നത് എണ്ണ തേക്കാൻ വിശേഷണ ശീലമായിട്ട് പറയുന്നത് ചെവി, തല, പിന്നെ കാലുകളാണ്. പാദത്തിൻ്റെ അടിയിലൊക്കെയാണ് തേക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ചെയ്ത് കൊടുത്തു. നമുക്ക് ഹോൾ ബോഡി ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ നമുക്ക് ഇത്രയും 3 പോർഷനിൽ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കണ്ണാടിയിൽ മര്യാദയ്ക്ക് നോക്കുന്നില്ല. പിന്നെ എൻ്റെ റൂമിലെ കണ്ണാടിയിൽ ലൈറ്റിങ് കുറവായതുകൊണ്ട് ഈ പിഗ്മെൻറ്റേഷൻസ് എടുത്ത് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ കൂടിയത് ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഇന്ന് അതിനും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പക്ഷെ ഞാൻ ഉള്ളിലേക്ക് മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. ജസ്റ്റ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ കുങ്കുമാതി തൈലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഷൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അതാണ് ഇങ്ങനെ ചിരിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെ പറയേണ്ടതെന്നൊക്കെ ഒരു ഷൈനെസ്സാണ്, അതാട്ടോ ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് കുങ്കുമാതി തൈല, വൈദ്യരത്നത്തിൻ്റെ കുങ്കുമാതി തൈലാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രോപ്പറുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് അതിലെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി പോരുമില്ല, ഇതേപോലത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് 2 ഡ്രോപ്സ് ആട്ടോ യൂസ് ചെയ്യുന്നുള്ളൂ. 2 കവിളിലായിട്ട് 2 ഡ്രോപ്സ് അങ്ങനെ. എനിക്ക് ഈ ഭാഗത്താണ് കൂടുതൽ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ. പിന്നെ മൂക്കുമ്പിലും കുറച്ചുണ്ട്. എനിക്ക് പിമ്പിൾസ് ഒന്നും അങ്ങനെ വരില്ല, അത്ര വരില്ല. ഇടയ്ക്ക് തലയ്ക്ക് ഒരെണ്ണം വന്ന് അത് പോവും. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഏജിങ് ആവും തോറും, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ വന്ന ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻസ്, ഇങ്ങനെ കറുത്ത ഡോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വൈദ്യരത്നത്തിൻ്റെ കുങ്കുമാതി തൈലാട്ടോ വാങ്ങിച്ചത്. നല്ലതാണ്. എനിക്ക് ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയപ്പോൾ നല്ല ഗോട്ട് മിൽക്ക് ഉണ്ട്. ഗോട്ട് മിൽക്കിൽ തന്നെയാണ്, ആട്ടുംപാലിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആട്ടുംപാലൊക്കെ അവർ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ നല്ല പാക്കേജിങ് ആണ് കേട്ടോ. ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെയാണ് വരുന്നത്. 2 തുള്ളി വെച്ചിട്ടാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, അധികം യൂസ് ചെയ്യുന്നില്ല, ഫേസിലേക്ക് മാത്രം. പിന്നെ കുങ്കുമാതി തൈലം വെച്ചിട്ട് വേറൊരു പരിപാടി ഉണ്ട്, എക്സ്റ്റേണൽ അപ്ലൈ. ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് പുറമേ നമുക്ക് ഇത് മൂക്കിലൂടെ ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ചില കുങ്കുമാതി തൈലം മാത്രം ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ വൈദ്യരത്നത്തിൻ്റെ കുങ്കുമാതി തൈലം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള കുങ്കുമാതി തൈലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇന്ന് ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെയ്യേണ്ടതായ രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഇങ്ങനത്തെ പിഗ്മെൻറ്റേഷന് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു യോഗ റൂട്ടീനിലേക്ക് കേട്ടോ കടന്നത്. ഞാൻ ഡെലിവറിക്ക് മുന്നേ, പ്രഗ്നൻസിക്ക് മുന്നേ സ്ഥിരമായിട്ട് യോഗ എക്സസൈസ് ചെയ്തിരുന്ന ഒരാളാണ്. ബോഡി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്ന ആളാണ്, ഡയറ്റൊക്കെ എടുത്തിട്ട്. പക്ഷേ എല്ലാം താറുമാറായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോട്ട് സോ പെർഫെക്റ്റ്, എൻ്റെ പോസ്റ്റേഴ്സ് ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്, എന്നാലും ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വണ്ണമൊക്കെ വെച്ചു ഞാൻ ഡെലിവറിക്ക് ശേഷം. അപ്പോൾ പഴയ പോലെ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ എൻ്റെ ബോഡിയിലോട്ട് ബാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉഷ്ട്രാസനം, ഇതൊക്കെ അത്ര പെർഫെക്റ്റ് പോസ്റ്റേഴ്സ് അല്ല. ഞാൻ ഡിസ്ക്ലെയിമർ വീണ്ടും പറയാൻ, അത്ര പെർഫെക്റ്റ് പോസ്റ്റേഴ്സ് അല്ല. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് കെയർ റൂട്ടീൻ, സെൽഫ് ലവ് റൂട്ടീനൊക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ.
ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഞാൻ രണ്ടുപേരെയും പറയും. ഇപ്പോൾ പെണ്ണുങ്ങളായാലും വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് എന്താ പറയുക അതിന് സമയമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ആണുങ്ങൾ പുറത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർത്തിട്ട് എക്സസൈസ് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് നോക്കാൻ സമയമില്ല എന്ന് പറയും. അതൊന്നുമില്ല. നമ്മൾ എന്തായാലും നമ്മുടെ ഒരു ദിവസത്തെ ഒരു ഇത്തിരി പോസ്റ്റിനെങ്കിലും നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. എനി കോസ് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് പറ്റില്ല, നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റില്ല. പക്ഷേ ഒരു ആഴ്ചയിലൊരു 4 ഡേയ്സ് എങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഉള്ള സമയത്ത് നമ്മൾ അതിന് വേണ്ടി സമയം ഉണ്ടാക്കണം. എന്നാലേ നമ്മുടെ ലൈഫിന് ഒരു എന്താ പറയുക ഒരു വർത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയുക ഇഷ്ടം തോന്നുള്ളൂ. ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ യോഗ ചെയ്യാനൊക്കെ ഒരു ക്ലോത്ത് നമ്മൾ മാറ്റി വെക്കുന്നതാട്ടോ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാ ഡ്രസ്സിലും എണ്ണയാവും. പിന്നെ കാലിൻ്റെ മേലെ എണ്ണ തേച്ചിട്ട് ബെറ്റർ നമ്മൾ ബാത്റൂമിൽ കയറിയിട്ട് എണ്ണ തേക്കുന്നതാട്ടോ കാലിൻ്റെ അടിയിലൊക്കെ. കാരണം എല്ലായിടത്തും എണ്ണയാവും, തറയിലൊക്കെ എണ്ണയാവും, വഴുക്കി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ബെറ്റർ ബാത്റൂമിൽ കയറിയിട്ട് തേക്കുന്നതാണ്. ഞാൻ ചെയ്യുന്നത് ഒരു യോഗാസന ട്യൂട്ടോറിയൽ അല്ല കേട്ടോ. ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾ കാണുക ചെയ്യരുത്. കാരണം ഐ എം നോട്ട് സോ പെർഫെക്റ്റ്. പിന്നെ എനിക്ക് തെറ്റുകളുണ്ടാവും, ചിലപ്പോൾ ഇതിനകത്തൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എൻ്റെ ഒരിക്കലും ഒരു ട്യൂട്ടോറിയലല്ല. ട്യൂട്ടോറിയൽ പോലെ ചെയ്യാം ഭാവിയിൽ. ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പേർട്ടായിട്ട് അതൊന്നും കൂടി എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് എന്താ പറയുക ഇതിനെക്കുറിച്ച് ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഗവേഷണം നടത്തിയിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മാർക്കൊക്കെ ചെയ്യാൻ പാടില്ല അതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഭാവിയിൽ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വൃക്ഷാസനാട്ടോ. ഞാനിത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. സ്റ്റേബിളായിട്ട് നമ്മളിങ്ങനെ നിൽക്കണം. ഞാനവിടെ ചുമരിൻ്റെ മേലെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു കാല്. അതങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ചുമ്മാ ഡാൻസ് കളിക്കുന്ന കേട്ടോ. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, അതൊരു കാര്യം. ഡാൻസ് ഞാൻ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ കുറച്ചെന്തോ അങ്ങനെ പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഡാൻസ്. പക്ഷെ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, കളിക്കാറുമില്ല, എവിടെയും അങ്ങനെ കളിക്കാറുമില്ല. നമ്മുടെ ചാനലിൽ എനിക്ക് വളരെ ആഗ്രഹം തോന്നിയിട്ട് ഒരു 3 ഡാൻസ് ഷോർട്സ് ഞാൻ കളിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഈ ഇടയായിട്ട് ആ സമയത്ത് ട്രെൻഡിങ് ഓഡിയോസ് എടുത്തിട്ട് ഞാൻ ഒരു 3 ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത് ഹലാസനാട്ടോ ചെയ്തത്. ഹലാസനം അത്ര പെർഫെക്റ്റ് അല്ല. കുളിച്ചിട്ട് വന്നു. ഇനി ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് കണ്ണെഴുതി കൊടുക്കും. അത് ഈ നേത്രലൈറ്റിൻ്റെ കൺമഷി വെച്ചിട്ടാണ് എഴുതുക. നേത്രലൈറ്റിൻ്റെ കൺമഷി ആയുർവേദ കൺമഷിയാണ്. അത് എല്ലാ ആയുർവേദ ഷോപ്പിലും ഒരുവിധം കിട്ടും. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് എഴുതി കൊടുക്കും. ഇത് സ്മഡ്ജ് പ്രൂഫ് ഒന്നല്ല കേട്ടോ. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എഴുതാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് നന്നായി പരക്കും, എല്ലായിടത്തും പരക്കും. കരി വാരി തേച്ച പോലെയാവും, കരിങ്കാളിയാവും. വീട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് എഴുതി കൊടുക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രസമാണ് കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കണ്ണിൽ നല്ല കുളിർമയാണ്, നല്ല ഒരു സുഖമുണ്ട് കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ. അത് നല്ല രസമാണ്. എഴുതുമ്പോൾ ഇത്തിരി നീറ്റുണ്ടാവും, എന്നാൽ നല്ല എഴുതി കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട് കണ്ണിന്. പിന്നെ ഒരു ഐടെക്സിൻ്റെ ഈ പൊട്ടും വെച്ചോട് കൊട്ട്. ഇത്രയേ ഉള്ളൂ പരിപാടികൾ. ഇനി ഞാൻ തലയൊന്ന് നന്നായിട്ട് തോർത്തിട്ടേട്ടാ. തല നന്നായി തോർത്തിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ജപിക്കും, മന്ത്രം ജപിക്കും കുറച്ച് നേരം ഇരുന്നിട്ട്. അത് മെഡിറ്റേഷൻ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ജപം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് ഞാൻ പൂജാമുറിയുടെ മുന്നിൽ നിന്നിട്ടൊന്നുമല്ല ചെയ്യുക. എവിടെയാണോ എനിക്കൊരു പേഴ്സണൽ സ്പേസ് കിട്ടുക, ഒരു സൈലൻറ്റ് സ്പേസ് കിട്ടുക, ഇൻ്റർഫിയറൻസ് ഇല്ലാത്ത, ആരുടെയും ഇൻ്റർഫിയറൻസ് ഇല്ലാത്തൊരു സ്പേസ് കിട്ടുക, അവിടെ നിന്നിട്ട് ഞാൻ ജപിക്കും. അങ്ങനെ അത് സ്ഥിരമായിട്ട് ചെയ്യും. കുളിച്ച് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണോ അപ്പോൾ ചെയ്യും. ശുദ്ധമായിട്ട് നമ്മളെ ദേഹം ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ അപ്പോൾ ചെയ്യും. പിന്നെ നമ്മൾ നോൺ വെജൊക്കെ കഴിക്കും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നോൺ വെജ് കഴിക്കും, അപ്പോൾ പിന്നെ ചെയ്യില്ല. അപ്പോൾ അതിന് നല്ലത് കുളിച്ച് ശുദ്ധമായിട്ട് വരുന്ന സമയത്ത് ചെയ്യും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ എൻ്റെ മൂഡ് ഭയങ്കരമായിട്ട് സാഡായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ചത്തുണങ്ങിയ പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ആഹ്ലാദം, സന്തോഷം ഒക്കെ വന്നു.